ഹായ് ഗൈസ്, ഞാൻ ദിൻഷാൽ, ജോർജിയയിലെ യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ ആണ്. ഇന്നത്തെ ഡേ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി ആയ SCU ആണ്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകും ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ, അതായത് ലാൻഡ്മാർക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാം എന്നുള്ള കേസ്. സോ സിമ്പിൾ ആസ് ഇറ്റ് ഈസ്, നമുക്ക് ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ SCUയിലേക്ക് എത്തിപ്പെടാൻ നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ സമസ്യഗോരി മെട്രോ സ്റ്റേഷൻ. നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ബൈ മെട്രോ യു ക്യാൻ ഗെറ്റ് ഡൗൺ ഇൻ ടു സമസ്യഗോരി മെട്രോ സ്റ്റേഷൻ. ആ സമസ്യഗോരി മെട്രോ സ്റ്റേഷൻ ഇതാണ്. അതിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു 5 minutes വാക്ക്, അത്രേ ഉള്ളൂ. ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സമസ്യ ടൗണിൽ തന്നെയാണ്. ഇറ്റ്സ് എ വെരി ബിഗ് യൂണിവേഴ്സിറ്റി ആൻഡ് എ വെരി ബ്യൂട്ടിഫുൾ ആസ് വെൽ. അപ്പോൾ ആ ഒരു ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിനെ പറ്റി മോർ ഡീറ്റെയിൽസ്, അതായത് അവിടുത്തെ MD പ്രോഗ്രാം എങ്ങനെയാണ്, അവിടുത്തെ സ്റ്റുഡൻറ്റിൻ്റെ യൂസർ റിവ്യൂ എങ്ങനെയാണ്, അവിടുത്തെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണ്, എല്ലാം നമ്മൾക്ക് ഇൻ ദ അപ്കമിങ് വി വിൽ ഷോ യു. യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ ആണ്. 2 ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. വൺ ഈസ് ദ ഓൾഡ് ബിൽഡിംഗ്, അതായത് നിങ്ങൾ ഇപ്പോൾ മുന്നേ കാണുന്നത് ഓൾഡ് ബിൽഡിങ്ങും പിന്നെ അതിന് തൊട്ട് ചേർന്ന ഗ്ലാസ് ബ്രിഡ്ജോട് കണക്ട് ചെയ്തതാണ് ന്യൂ ബിൽഡിംഗ് ഓഫ് ദ ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി SCU. സോ അങ്ങനെ നമ്മൾ 9th ഫ്ലോറിലെ SCUവിൻ്റെ മെയിൻ ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ വന്നാൽ തന്നെ അറിയാം ഇത് എത്രമാത്രം ക്ലീൻ ആൻഡ് പിൻ ഡ്രോപ്പ് സയൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ SCU സ്റ്റുഡൻസും ഒരുമിച്ചിരുന്ന് എല്ലാവിധ കോഴ്സുകളിലേക്കും അവരുടെ റിസോഴ്സ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അവരുടെ ഗ്രൂപ്പ് സ്റ്റഡി ആയിക്കോട്ടെ, എല്ലാം നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ് SCUവിൻ്റെ മെയിൻ ലൈബ്രറി. ഒട്ടനവധി ബുക്സും ഏറ്റവും വലിയ സ്പേസും, അതായത് സ്റ്റുഡൻസ് ഗ്രൂപ്പായിട്ട് ഇരിക്കാനും അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അവരുടെ റിസർച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും എല്ലാത്തിനും ഒത്തിണങ്ങിയ ഒരു ലൈബ്രറിയാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ. ഫോർ മോർ വി ക്യാൻ ഗോ ഇൻസൈഡ്. സോ ഇതാണ് നമ്മുടെ ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി SCUയുടെ മെയിൻ ക്യാമ്പസ്, അതായത് പുതിയ ക്യാമ്പസിൻ്റെ സ്റ്റുഡൻറ്റ് ഏരിയ. അതായത് വലിയൊരു ഹാള് പോലത്തെ ഏരിയ ആണ്. അവിടെ സ്റ്റുഡൻസിന് അവരുടെ സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യാം, അവർക്ക് ചിറ്റ് ചെയ്യാം, അവിടെ MD പ്രോഗ്രാമിൽ വരുന്ന സ്ട്രെസ്സുകൾ റിലീഫ് ചെയ്യാൻ വേണ്ടി, കൂടുതൽ സംസാരിക്കാൻ വേണ്ടി നല്ലൊരു ക്യാമ്പസാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഏരിയ ആണ് ഇത് ഈ കാണുന്നത്. നിങ്ങൾ കാണാം ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി SCU. വി ഹാവ് ദ ലിഫ്റ്റ് ഫെസിലിറ്റി. സ്റ്റുഡൻസ് മേലത്തെ നിലകളിലെത്താൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യാറുണ്ട്. അവിടെ മെയിൻ ഇവൻറ്റ്സ് നടക്കാറുള്ള ഹാളാണ്, സ്റ്റേജാണ് ഈ കാണുന്നത്. സോ ക്ലാസ്സസ് കാണാം, നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കുന്നത് കാണാം. എല്ലാ ക്ലാസ്സും വെൽ ഒക്കുപ്പൈഡ് ആണ്. മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടുത്തെ. എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് SCUയിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയ നമ്മുടെ 2 സ്റ്റുഡൻസ് ആയ നിസാബും ജോർജിയാണ്. അപ്പോൾ നമുക്ക് അവരിലേക്ക് തന്നെ ആദ്യം ചോദിക്കാം, വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, അവരുടെ SCU ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ, അവർക്ക് എന്താണ് അഡ്മിഷൻ പ്രോസസ് വളരെ സിമ്പിൾ ആണോ? 1 year കംപ്ലീറ്റ് ആയി കഴിഞ്ഞില്ലേ? ഇപ്പോൾ സെക്കൻഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഇയറിലെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിരുന്നു? നാട്ടിൽ ഞാൻ ജസ്റ്റ് ഒരു 2 month വെയിറ്റ് ചെയ്താണ്. ആകെ താമസിച്ചത് മറ്റേ BFS ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. BFS റെഡി ആവാൻ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. എല്ലാ ഇന്ത്യൻസും ഫേസ് ചെയ്യുന്ന ലൈക്ക് 30 to 35 days ടൈം എടുക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ് ആയിക്കോട്ടെ, അഡ്മിഷന്റെ ഡോക്യുമെന്റേഷൻ, പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ, അതൊക്കെ സ്മൂത്തായി നടന്നു. ഫീസ് അടച്ചു കൊടുത്തപ്പം എല്ലാം പെട്ടെന്ന്, അതായത് അപ് ടു ഡേറ്റ് പ്രോപ്പർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കഴിഞ്ഞു എന്നാണ് സ്റ്റുഡൻസ് പറയുന്നത്. പിന്നീട് ഫസ്റ്റ് ഇയർ വന്ന പാട്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒന്ന് മാറി നിന്നപ്പോൾ എന്തെങ്കിലും ഹോം സിക്നെസ്, അതായത് എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? പെട്ടെന്ന് അതായത് ജോർജിയ ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൺട്രി. നമ്മുടെ നാട് പോലെയല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ഡിഫറെന്റ് ആണ്, ഇവിടുത്തെ
ലിവിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. സംടൈംസ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു ബാരിയർ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്തായിരുന്നു? അത് ഫസ്റ്റ് മന്ത് ഒക്കെ കുറച്ച് പാട് തന്നെയായിരുന്നു. ഞാൻ പിന്നെ വിന്റർ ടൈമിലാണ് വന്നത്. അന്നേരം തണുപ്പൊന്നും ഫസ്റ്റ് ടൈം സഹിക്കാൻ പറ്റില്ല. എനിക്ക് പനിയൊക്കെ പിടിച്ചായിരുന്നു. സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ കംപ്ലീറ്റ്ലി അത്ര തണുപ്പില്ല നമ്മുടെ നാട്ടിൽ. ബട്ട് എനിവേസ് നിങ്ങളിപ്പോ സെക്കൻഡ് ഇയർ ആയി, എന്തായാലും ആ ക്ലൈമറ്റിനെ ഒന്ന് ഓവർകം ചെയ്തു, അഡാപ്റ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം ബാക്കിയുള്ള സർവീസ് ഒക്കെ ഓക്കെ ആയിരുന്നു. എയർപോർട്ട് പിക്കപ്പ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ എല്ലാം ഓക്കെ ആയിരുന്നു. ഏജന്റ് കൂടെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് ഇനി SU അതായത് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം SUവിനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെ? SU യൂണിവേഴ്സിറ്റി കുറെ ഓൾമോസ്റ്റ് ലൈക്ക് ഒട്ടനവധി ജോർജിയൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ബട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ SU ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ? അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. നിങ്ങൾ SU ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ? SU ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ അഫോർഡബിൾ ആയിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ ഇവിടെയാണ് പഠിക്കുന്നത്. അന്നേരം സിസ്റ്റർ പറഞ്ഞ് കമ്പയർ ടു ഓൾ യൂണിവേഴ്സിറ്റി SU എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് തന്നെ യൂണിവേഴ്സിറ്റി. നിങ്ങൾ കേൾക്കാം, സിസ്റ്റർ ഒന്ന് റെക്കമെൻഡ് ചെയ്തു. സിസ്റ്റർക്ക് ഓൾമോസ്റ്റ് ലൈക്ക് SUവിൽ പഠിക്കുന്ന സിസ്റ്റർ ആയിരുന്നു. ചേച്ചി ഇപ്പോൾ 5th ഇയർ. ചേച്ചി ഇപ്പോൾ 5th ഇയർ. അപ്പോൾ ചേച്ചി റെക്കമെൻഡ് ചെയ്തു SU ഈസ് വൺ ഓഫ് എ ഗുഡ് യൂണിവേഴ്സിറ്റി വൺ കമ്പയറിംഗ് ടു അതേഴ്സ്. സോ അങ്ങനെ SU എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വന്നു. അങ്ങനെ SU ചൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ നിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇയറിൽ സ്റ്റാഫ്സ് എങ്ങനെയുണ്ടായിരുന്നു? എന്താ ക്ലാസ്സസ് എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നോ? പിന്നെ ബാക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്ത ഫെസിലിറ്റീസ് പ്രോപ്പർ ആണെന്ന് തോന്നി? ഫെസിലിറ്റീസ് ഭയങ്കര പ്രോപ്പറാണ്. പിന്നെ സ്റ്റാഫ്സ് ടീച്ചർമാരെല്ലാവരും നമ്മളോട് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടെ സ്റ്റുഡൻറ് സർവീസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ എന്തെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തും. അതാണ് മെയിൻ തിങ്. അതായത് സ്റ്റുഡൻസ് എന്ത് ഇഷ്യൂസ് പറയുന്നു അത് ഡയറക്ട്ലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. വിതൗട്ട് ദ മച്ച് ഡിലേ. എന്ത് മൈന്യൂട്ട് കാര്യങ്ങളായിക്കോട്ടെ, സ്റ്റുഡൻസ് ഒരു റേസ് അതായത് ഇഷ്യൂ അല്ലെങ്കിൽ കൺസേൺ റേസ് ചെയ്ത് അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള സിസ്റ്റം അല്ലെങ്കിൽ ഫെസിലിറ്റി ഇവിടെ ഓൾറെഡി പ്രോപ്പർലി ഇംപ്ലിമെന്റഡ് ആണ് അല്ലേ? അതാണ് നമുക്ക് സ്റ്റുഡൻസിന് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. ഓക്കെ.